ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നെയും ഒരു ദിവസം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾപ്പാനൊക്കെയും നമുക്ക് കൂടി വരുവാൻ ദൈവം തരുന്ന സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ there is a transformation happens in our life. നമ്മുടെ ജീവിതങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. What sort of change it does? എങ്ങനെയുള്ളൊരു വ്യത്യാസമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും? read a verse from 2 Corinthians chapter 8 verse 1 to 3. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. അടുത്ത വാക്യം. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. Moreover, brethren, we make known to you in the grace of God bestowed on the churches of Macedonia, that in a great trial of afflictions, the abundance of their joy and their deep poverty abounded in the riches of their liberality. For I bear witness that according to their ability, yes, and beyond their ability, they were freely willing. മക്കതോന്യ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ ഉള്ളവരോട് എഴുതുകയാണ്. അവരോട് പറയുകയാണ്, അവർ ധാരാളമായി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പേ അവരുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം, വാട്ട് സോർട്ട് ഓഫ് ചേഞ്ച്, വാട്ട് വാസ് എ സിറ്റുവേഷൻ. നമുക്കറിയാം, എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ കൊടുക്കാനും ഒക്കെ ഉള്ളത് വെൻ എവറിത്തിങ് ഈസ് കംഫർട്ടബിൾ വിത്ത് അസ്. നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിയതിന് ശേഷമൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉള്ള അവസ്ഥയെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ മക്കതോന്യ സഭ വളരെ വ്യത്യാസമുള്ളവരായിരുന്നു. എന്താണ് അവരിലുണ്ടായിരുന്ന വ്യത്യാസം? അവരെ സംബന്ധിച്ചിടത്തോളം ദേ വെർ ഗോയിങ് ത്രൂ ഗ്രേറ്റ് ട്രയൽ ഓഫ് അഫ്ലിക്ഷൻസ്. 2-ാമത്തെ വാക്യത്തിൽ അവർ എഴുതിയിരിക്കുന്നത്, ഫ്രീഡ് വേഴ്സ് 2, കഷ്ടത എന്ന കഠിന ശോധന. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നു അവരുടെ ആ സഭ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കഷ്ടത എന്ന ദർ ഇസ് എ ഗ്രേറ്റ് അഫ്ലിക്ഷൻ വാസ് ഗോയിങ് ഓൺ ഇൻ ദെയർ ലൈഫ്, ഇൻ ദെയർ സിറ്റുവേഷൻസ്. നമുക്ക് നമ്മുടെ പല സ്റ്റേറ്റുകളെക്കുറിച്ചും അറിയാം. പല സഭകളും കടന്നു പോകുന്നത്, അവർ കൂടി വരുമ്പോൾ അവർ മീറ്റിംഗ് തീർക്കാൻ പറ്റുമോ എന്ന് പോലും അവർക്കറിയില്ല. അതുപോലത്തെ സിറ്റുവേഷനിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കഷ്ടതയുടെ മരണത്തിനെയും ഒക്കെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ദൈവഭക്തന്മാരുണ്ട്. അങ്ങനെ പോലെയുള്ള ഒരു സഭയെക്കുറിച്ചാണ് മക്കതോന്യ സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സഭയിൽ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ദേ ഓൾസോ ഡീപ് പോവർട്ടി എന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുമ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. So now you have to understand, this is not exactly what is happening here. ഇവരുടെ ജീവിതത്തിൽ എന്താണുള്ളത്? വളരെ മഹാദാരിദ്ര്യം. നിങ്ങളത് മനസ്സിലാക്കി. ദൈവത്തെ അധികം സ്നേഹിക്കുന്നെന്ന് പറയുന്നു, ദൈവത്തിന് വേണ്ടി വലിയ കഷ്ടം അനുഭവിക്കുമെന്ന് പറയുന്നു. ആ സഭയിലുള്ള അവസ്ഥ എന്താണ്? മഹാദാരിദ്ര്യം. ഒരിക്കലും നിങ്ങളത് പ്രസംഗിച്ച് കേട്ട് കാണത്തില്ല, പക്ഷേ ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മളും തിരിഞ്ഞു ചോദിക്കും, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഈ മഹാദാരിദ്ര്യവും കഷ്ടതയും പ്രയാസമൊക്കെ ഉള്ളത്? വേർ ഇസ് എ ഗോഡ്? ഏലിയാവിനെ നടത്തിയ ദൈവം എവിടെയെന്ന് എലീശയൊക്കെ ചോദിച്ചതുപോലെ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് ചോദിക്കുകയും, അപ്പോൾ ചോദിക്കാം, കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തിരിഞ്ഞ് ചോദിക്കാം. ബട്ട് ഗോഡ് ഈസ് റൈറ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ചേർച്ച്. ദൈവസഭയുടെ നടുക്ക് കർത്താവുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പറയുന്നത് there is a great poverty was there in the midst of them and abounded in the riches. So what happens there? And they says there is an abundance of joy. അവരുടെ ജീവിതത്തിൽ എന്തുമാത്രമുണ്ട്? ഈ കഷ്ടതയൊക്കെ ഉണ്ടെങ്കിലും അവിടെ എന്തുണ്ട്? ഭയങ്കര സന്തോഷമുണ്ട്.
Praise the Lord. So you have to understand that ഇത് ലോകത്തിലുള്ള ഒരു ഡെഫിനിഷനെ വ്യത്യാസമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്ന രീതികൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ദൈവസഭയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഇറ്റ് വിൽ നോട്ട് വർക്ക്. ലോകത്തിലെ ഒരു സക്സസ്ഫുൾ ചേർച്ച് അല്ലെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ശരിക്കും പറഞ്ഞ് എഴുതേണ്ടത്. എന്താണ് ഞങ്ങൾ അങ്ങനെ ലോകത്തിലെ ഒരു ടെംപ്ലേറ്റ് എടുത്ത് നിങ്ങൾ ദർ ഈസ് നോ ട്രയൽ, ഇൻ എവറി ട്രയൽ ഗോഡ് ഹെൽപ്ഡ് us. That's what you should write there. And then he says there is an abundance of joy, and then he says there is no poverty, and God blessed everybody. You go and see many churches who are very big and they will be preaching the same thing. They say God helped us to make us rich and rich and rich. In every place wherever I touch, God made it good. നിങ്ങൾ കേൾക്കത്തില്ലയോ ഇങ്ങനത്തെ ഒരു സുവിശേഷം? തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ പോയി ഇഷ്ടം പോലെ തപ്പിയാൽ ഇഷ്ടം പോലെ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് മക്കദോന്യ സഭയെക്കുറിച്ച് എഴുതുകയാണ്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പോവർട്ടി, in the midst of the trial, and the God is there in the midst of them. അതിൻ്റെ നടുക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ദാറ്റ്സ് നോട്ട് ഓൾ. അതുമാത്രമല്ല, അവരിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക എന്ന് നമ്മൾ പറയുമ്പോൾ ദർ ഷുഡ് ബി എ ട്രാൻസ്ഫോർമേഷൻ ഇൻ അവർ ലൈഫ്. വാട്ട് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ? ഓപ്പൺലി ദെൻ കംസ് ഈസ് നമ്മുടെ ഈ അടഞ്ഞിരിക്കുന്ന കൈകളൊക്കെ തുറക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അടഞ്ഞിരിക്കുന്ന കൈകളൊക്കെ തുറക്കപ്പെടും. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? Then we say that abounded in the riches of their liberality. വായിച്ചാട്ട വാക്യം ഒന്നുകൂടെ. ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പോൾ. പക്ഷേ ദിസ് നീഡ്സ് ടു ലേൺ, വി നീഡ് ടു ലേൺ ഗോഡ് സ്ക്രിപ്ചേഴ്സ് വിത്ത് ദിസ്. സി, കൊരിന്തി സഭയെക്കുറിച്ചും പറയുന്നത് അവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടവരാണ്. പക്ഷേ എന്തേ അവരുടെ ജീവിതത്തിൽ ഈ ഒരു എക്സോട്ടേഷൻ വരേണ്ട കാര്യം? കാരണം ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അത് പഠിപ്പിച്ചു തരേണ്ടതായിട്ടുണ്ട്. So you have to learn something from God's scriptures. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കൊരിന്ത സഭ, ഒന്ന് കൊരിന്തി നിങ്ങൾ വായിക്കുന്നെങ്കിൽ അവരോട് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? you are blessed with every sort of gifts എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സഭയ്ക്ക് പഠിപ്പിക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, it takes you to all the truths. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. എന്താണ് അവരെ ഓർപ്പിക്കുന്നത്? യു ലുക്ക് അറ്റ് മാസിഡോണിയൻ ചർച്ച്. മാസിഡോണിയയിലെ ഈ സഭയെ നിങ്ങൾ നോക്കുക. അവരുടെ മധ്യയിൽ എന്തുണ്ടായിരുന്നു? ദർ ഇസ് എ ഗ്രേറ്റ് ട്രയൽ ഓഫ് അഫ്ലിക്ഷൻസ് ആൻഡ് ദർ വാസ് പോവർട്ടി ഇൻ ദെയർ ലൈഫ്. പക്ഷേ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ മാത്രം അവർ നിന്നില്ല, അവർ കഴിവിനും അതിനപ്പുറവുമായിട്ട് ഔദാര്യമായി കൊടുത്തു. മറ്റ് സഭകളെ സഹായിക്കാൻ, മറ്റ് സഹോദരങ്ങളെ സഹായിക്കാൻ, മറ്റ് ദൈവരാജ്യത്തിൻ്റെ ആവശ്യത്തിനായിട്ട്. നമ്മൾ മലാക്കിയുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അവിടെ പഠിച്ചപ്പോൾ 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. ടൈത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ടൈത്തിനെ കുറിച്ചും ഓഫറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകാനിടയായി തീർന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് പറയുകയാണ്, യെസ് ദർ ഈസ് എ ബിയോണ്ട് ദർ സിൻ. അവിടെ വേഴ്സ് 3 says, I bear witness that according to their ability, yes, beyond their ability, they were freely willing. അവർ ഔദാര്യമായി കൊടുക്കുവാനായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നതായിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ നമ്മൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, if you read verse 45, 45-ാമത്തെ വാക്യം തൊട്ട് താട്ട് വായിച്ചേ. സകലവും പൊതുവക എന്ന് എണ്ണുകയും വായിച്ചാട്ടെ. ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. അപ്പൊ ഇങ്ങനത്തെ ഒരു പരിശുദ്ധാത്മാവിനെ നമുക്കറിയാമോ? ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ പല രീതിയിൽ നടത്തുമെന്നൊക്കെ ഞാനതാ പറഞ്ഞത്. when the Holy Spirit comes in our life, there is a transformation, and the transformation resulting in what? There is a opening up our fist. ഈ അടച്ചു വെച്ചിരിക്കുന്ന കരങ്ങളൊക്കെ നമ്മൾ തുറക്കുവാനായിട്ട് നമ്മൾ പഠിക്കും, അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. ദൈവസഭയുടെ ആവശ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തു. പ്രൈസ് ഗാഡ്. പലപ്പോഴും ഒരു സഹോദരൻ ഇങ്ങനെ പറയാറുണ്ട്, എല്ലാ കാര്യത്തെക്കുറിച്ചും പ്രസംഗിക്കാറുണ്ട്, പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് ആരും അങ്ങനെ
പ്രസംഗിക്കാറില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങളോടൊരു കാര്യം മനസ്സിലായി, ദൈവസഭയ്ക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒരു ആവശ്യങ്ങളും ഇല്ല. ഐ എം നോട്ട് റേസിങ് എ ഫൈനാൻഷ്യൽ റിക്വസ്റ്റ് ഹിയർ. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പൈസ കൊടുക്കണമെന്നൊന്നും പഠിക്കാനല്ല. പക്ഷേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ടു ലേൺ അറ്റ്ലീസ്റ്റ് സം ടൈം ഡ്യൂറിങ് ദ ഇയർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇതും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കണം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 15 and 17. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-17 വാക്യങ്ങൾ. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വലിയ വിശ്വാസമൊക്കെ നമ്മൾ when we say it will be tested. There is only one way we can test our life. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്കൊരാളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? എൻ്റെ ഉടുപ്പ് കണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ മുഖം നോക്കി ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഫലങ്ങൾ. കർത്താവ് പറഞ്ഞ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഫലങ്ങൾ നോക്കിയ ഒരു വൃക്ഷത്തിനെ നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു തെങ്ങിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് മാങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ തെങ്ങിനെ എന്ത് വിളിക്കും? മാവെന്ന് വിളിക്കും. നിങ്ങളത് പറയും അത് തെങ്ങല്ല എന്ന് പറയും. ഒരു ദൈവമകനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ ചെന്നാൽ യു എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ്. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി സ്റ്റാർട്ട് മൂവിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് സ്വയമേ നമുക്ക് പണത്തിനോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പല കണക്കും കർത്താവിന് കൊടുക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കണക്കൂട്ടലുകൾ കൂടുന്നത് ഓപ്പണായിട്ട് നമ്മൾ. പക്ഷേ നമ്മുടെ കാര്യത്തിനായിട്ട് വരുമ്പോഴത്തേക്ക് വി സേ വി വാണ്ട് മോർ, അല്ലേ? ബിക്കോസ് വി ഓൾ സീംസ് ടു ബി ഹാവിങ് എ ലൈഫ് വേർ വി സേ വി ലവ് മണി. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ കാണുമ്പോൾ ഇവിടെ കാണുന്നത്, അതുകൊണ്ട് യാക്കോബ് പറയുന്ന ഒരു കാര്യം ഇവിടെയാണ്. അദ്ദേഹം പറയുന്ന കാര്യമാണ്, സി യു ടോക്ക് അബൌട്ട് ദാറ്റ് ഐ ആം ഹാവിങ് ഗ്രേറ്റ് ഫെയ്ത്ത്, ഓൾ ദാറ്റ് ഇസ് ഫൈൻ, ബട്ട് ഷോ മി യുവർ വർക്ക്സ്. നിങ്ങളുടെ പ്രവൃത്തികളൊന്ന് കാണിച്ചേ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ആൻഡ് ദെൻ ഐ വിൽ ടെൽ യു വാട്ട് സോർട്ട് ഓഫ് ക്രിസ്ത്യൻ യു ആർ. അപ്പം അതേ ഒരു സിറ്റുവേഷനാണ് കൊരിന്ത്യർ സഭയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ചായിട്ട് എഴുതുന്നത്. കാരണം ദേ ഹാവ് പ്രോമിസ്ഡ്. അവരൊരു വലിയ സമ്മ കൊടുക്കാമെന്ന് അവർ പ്രോമിസ് ചെയ്തു. ഏകദേശം 1 വർഷത്തിന് മുമ്പ് അവർ പ്രോമിസ് ചെയ്തിരുന്നു. ഇപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഈ കാര്യം നിങ്ങൾ പ്രോമിസ് ചെയ്ത ഈ സമ്മ അല്ലെങ്കിൽ ഈ പൈസ അല്ലെങ്കിൽ ഈ ധനം അത് അവിടെ ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷനാണെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ നാണംകേടാവും. അതുകൊണ്ട് യു സ്റ്റാർട്ട് കളക്ടിങ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചിത്രത്തിൻ്റെ പിന്നിലാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, വേഴ്സ് 7. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസത്തിൽ നമ്മൾ വളരണം. നമ്മുടെ ഇൻ സ്പീച്ച് വി ഹാവ് ടു ഇൻക്രീസ്, ഇൻ നോളജ് വി ഹാവ് ടു ഇൻക്രീസ്, ഇൻ ഡിലിജൻസ് വി ഹാവ് ടു ഇൻക്രീസ്. നിങ്ങളുടെ സ്നേഹത്തിൽ ഇതൊക്കെ കൊരിന്ത്യർ സഭ വെരി ഗുഡ്. അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ വെരി ഗുഡ്. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കണം. എന്താണ്? ധർമ്മകാര്യം. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. പ്രൈസ് ഗോഡ്. ധർമ്മകാര്യത്തിലും നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ യു മൈറ്റ് ഹാവ് സീൻ, ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഓഫറിങ് അങ്ങനെ എടുക്കാറില്ല. വി ഫോളോ എ പാറ്റേൺ ഇൻ വിച്ച് വി സേ വി കീപ്പ് എ ബോക്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷത്തോടെ കൊണ്ടിടാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടിടാം. നിങ്ങൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഗോഡ് വാച്ചസ്, ഗോഡ് സീസ്, റൈറ്റ്? പക്ഷേ നിങ്ങൾ ആരും ചിന്തിക്കരുത്, നിങ്ങൾ ഇടാഞ്ഞത് കൊണ്ട് ദൈവത്തിൻ്റെ സഭ നിൽക്കുമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ബിക്കോസ് ഇഫ് ഗോഡ് ഈസ് എ ഫൈനാൻസ് പ്രിൻസിപ്പൽ ബിഹൈൻഡ് ഇറ്റ്, ഗോഡ് വിൽ റൺ ഇറ്റ്. ദൈവത്തിൻ്റെ രാജ്യം മുമ്പോട്ട് പോകുന്നതിന് ഈ പ്രശ്നം നിങ്ങൾ എന്തെങ്കിലും നിർത്തിയാൽ ദൈവത്തിൻ്റെ പണി നിൽക്കും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്.
നഷ്ടം ആർക്ക് മാത്രമാണ്? നമുക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ വന്നത്. സോ വി ഡോണ്ട് ഫോഴ്സ് എനിബഡി ടു ഗോ. വി ടോക്ഡ് അബൌട്ട് ടൈത്ത്. ഈവൻ വി ഡോണ്ട് ഈവൻ പ്രീച്ച് ടൈത്തിങ്. വൈ? ബിക്കോസ് ടൈത്തിങ് പ്രിൻസിപ്പിൾ ഇസ് ബേസിക്കലി ഫ്രം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. പഴയ നിയമത്തിലാണ് ടൈത്തിങ് പ്രിൻസിപ്പിൾ. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ടൈത്തിങ് പ്രിൻസിപ്പിൾ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ 10% കൊണ്ട് തരണം എന്ന് നമ്മൾ പിന്നെയും പ്രസംഗിക്കാത്തത്. പക്ഷേ ദൈവത്തിന് വേണ്ടി കൊടുക്കണം എന്നുള്ള ഭാഗം അതിന് വ്യത്യാസമൊന്നുമില്ല. എത്രമാത്രം നമ്മൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. പക്ഷേ അതുകൊണ്ട് ഇവരോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാനതാ പറഞ്ഞത്, ഈ കാര്യത്തിലൊക്കെയും വർദ്ധിച്ചു വന്ന കൊരിന്ത്യ സഭയോട് ഈ പർട്ടിക്കുലർ കാര്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവർ അവരുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അവരുടെ സംസാരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇൻ നോളജ് ആൻഡ് ഡിലിജൻസ് ആൻഡ് ഇൻ യുവർ ലവ് ഫോർ us. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. Verse 7, 7ാമത്തെ വാക്യം. വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. അപ്പൊ ഈ കാര്യത്തിലും നമ്മളുടെ ജീവിതത്തിൽ വളർന്നു വരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവവചനം വായിക്കുന്നു, ദൈവവചനത്തിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യവും നമ്മൾ വർദ്ധിച്ചു വരേണ്ടതായിട്ടുള്ള വലിയ ആവശ്യമുണ്ട്. And then he says, verse 8, I speak not by commandment, but I'm telling you as a testimony. Verse 8, താമത്തെ വാക്യം. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കൊടുക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും എല്ലാം പിന്നിലുള്ള അടിസ്ഥാനപരമായ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. വാട്ട് ഈസ് ദ റീസൺ വൈ ഐ ഒബേ ദ കമാൻഡ്മെൻറ്റ് ഓഫ് ദ ലോർഡ്? ബിക്കോസ് നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്? നമ്മളവനെ ഉറക്കെ പറഞ്ഞേ സ്നേഹിക്കുന്നു. സ്നേഹമാണ് ഇതിൻ്റെ പിന്നിലെ അടിസ്ഥാന ഘടകം. ആ അടിസ്ഥാന ഘടകത്തിൽ നിന്നാണ് മുമ്പോട്ട് നമ്മൾ അനുസരണം എന്നുള്ള കാര്യം പറയുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടു. യോഹന്നാൻ 14 നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ അതിൽ നിന്ന് കേട്ടു. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതിൻ്റെയും പിന്നിൽ എന്താണ് അടിസ്ഥാനമായിട്ടുള്ളത്? സ്നേഹം. ആരോടുള്ള സ്നേഹം? കർത്താവിനോടുള്ള സ്നേഹം. കർത്താവിനോടുള്ള സ്നേഹം. കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തേ? അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് തൊട്ടടുത്ത വാക്യം തന്നെ. കർത്താവായ യേശുക്രിസ്തു വേഴ്സ് 9, 9ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ നിമിത്തം അവൻ സമ്പന്നനായിരുന്നു. നമ്മൾ ഈ കാര്യം നന്നായിട്ട് ഓർത്തു. അവൻ സമ്പന്നനായിരുന്നു, താഴെ വരേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഓരോരുത്തരും സമ്പന്നരാകേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്നെത്താനെ താഴ്ത്തി. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ. ആ ദൈവത്തിൻ്റെ കൃപ. അപ്പം ഇന്ന് ആ കൃപ നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ നമുക്ക് കൃപ ലഭിച്ചുവെങ്കിൽ അതേപോലെ ഇപ്പം നമ്മളും തിരിച്ചെന്ത് ചെയ്യണം? കൃപ മറ്റുള്ളവരോട് കാണിക്കണം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആവശ്യത്തോട് കാണിക്കണം. അതുകൊണ്ടാണ് ഈ കൃപയ്ക്കും നിങ്ങൾ വർദ്ധിച്ചു വരണമെന്ന് പറയുമ്പോൾ വെറും സ്പിരിച്വൽ ലെവലിൽ കൃപ എന്നുള്ള കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുക മാത്രമല്ല, ദർ ഇസ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. എന്താണ് ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? നമ്മളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ, നമുക്ക് 10 തേങ്ങ കിട്ടിയെന്നിരിക്കട്ടെ, അതിൽ ഒരു അരമുറിയെങ്കിലും ദൈവത്തിൻ്റെ രാജ്യത്തിന് കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ്, അത് കൃപയുടെ ഭാഗമാണ്. അത് വർദ്ധിച്ചു വരണമെന്ന് അപ്പോസ്തലൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം താഴോട്ട് പറയുകയാണ്, താഴോട്ട് വായിക്കുന്ന 10ാമത്തെ വാക്യം. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല താല്പര്യപ്പെടുവാനും കൂടെ ഒരാണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിക്കുവിൻ. അടുത്ത വാക്യത്തിൽ പറയുന്നത് ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. The first thing the Lord says, പക്ഷേ ഇപ്പം നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ വിചാരിച്ചാണ് ഞങ്ങളുടെ എല്ലെങ്ങും പായസമൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും കൊടുക്കാനായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം? Do you have a willing mind? Do you have a willing mind? If God gave you something, are you ready to give? നിങ്ങൾക്ക് ദൈവം തന്നാൽ നിങ്ങൾ കൊടുക്കുമോ?
അതാ കർത്താവ് അവിടെ ചോദിക്കുന്നതിൻ്റെ കാര്യം. സോ ഇഫ് ദർ ഇസ് എ വില്ലിംഗ് മൈൻഡ്, ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് അക്കോർഡിംഗ് ടു ദ വാട്ട് വൺ ഹാസ് ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു വൺ ഹി ഡസ് നോട്ട് ഹാവ്. അപ്പം നമ്മുടെ ഹൃദയത്തിലൊരു വില്ലിംഗ് മൈൻഡ് ഉണ്ടോ കർത്താവിന് വേണ്ടി കൊടുക്കാൻ? റൈറ്റ്? അത് നോട്ട് ഓൺലി ഫോർ മണി, പൈസ മാത്രമല്ല കേട്ടോ, വേറെന്തുകൊണ്ടാണ്? നമ്മുടെ സമയം കർത്താവിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ അവൈലബിൾ ആണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, ദൈവം നമുക്ക് ഒത്തിരി താലന്തുകളൊക്കെ തന്നിട്ടുണ്ടല്ലേ. ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ചിലർക്ക് നന്നായിട്ട് പല കാര്യങ്ങൾ എഴുതാൻ അറിയാം, ചിലർക്ക് നന്നായിട്ട് പാടാൻ അറിയാം, ചിലർക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം, ഒത്തിരി കാര്യങ്ങൾ അറിയാം. ദൈവം നമുക്ക് ഒരുപാട് താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. ആർ യു റെഡി ടു ഗിവ് ഇറ്റ് ടു ദ ലോർഡ്? ദൈവത്തിൻ്റെ കർത്താവേ, ഇറ്റ്സ് യോഴ്സ്, റൈറ്റ്? അങ്ങനെ കൊടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം. കർത്താവേ, നീ എനിക്ക് തന്ന താലന്താണ്, അത് നിനക്ക് തന്നെ മഹത്വത്തിനായിട്ട് ഞാൻ തിരിച്ചു തരുന്ന ആ ഒരു അനുഭവം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് ദൈവം നമുക്ക് തന്നതാണ്. അപ്പം നമ്മൾ പറയും, കർത്താവ് എനിക്ക് പൈസയൊന്നും കൊടുക്കാനില്ല, ബട്ട് ദെൻ യു ഹാവ് എ വില്ലിംഗ് മൈൻഡ് ടു ഡു സംതിങ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, നിങ്ങളിതൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കുറഞ്ഞു പോവുകയില്ല. നിങ്ങൾ ബിക്കോസ് ദർ ഇസ് എ പ്രിൻസിപ്പിൾ. ദൈവത്തിൻ്റെ വചനത്തിൽ ദർ ഇസ് എ പ്രിൻസിപ്പിൾ. എന്താണ് ആ പ്രിൻസിപ്പിൾ? 15-ാമത്തെ വാക്യം, ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പം ഇവിടെ നോക്കണം, ചിലരൊക്കെയാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മന്ന പറക്കിയപ്പം എന്നോ. ചിലരൊക്കെ ആണെങ്കിൽ രാവും പകലും ഓവർ ടൈം ചെയ്ത് അങ്ങ് കൂട്ടുക. ചിലരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മടി പിടിച്ച് കിടന്നുറങ്ങി. സമയത്ത് വന്നപ്പോഴത്തേക്ക് മന്നയില്ല, എല്ലാം വെയിലടിച്ച് കഴിഞ്ഞാൽ ഈ മന്ന ഉരുകിപ്പോവല്ലോ. വെയിലടിക്കുന്നതിന് മുമ്പേ ഇത് പറക്കണം. ഈ 10 മണി 11 മണി വരെയൊക്കെ എണീറ്റ് വന്നാൽ ഈ മഞ്ഞ അവിടെ കാണുമോ? ഇല്ല, മന്ന ഉരുകിപ്പോവും. ചിലരങ്ങനെയല്ല, നന്ന് രാവിലെ എഴുന്നേറ്റ് ഒത്തിരി അധ്വാനിച്ച് പറക്കി. രണ്ടും തെറ്റാണ്. ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആവശ്യത്തിന് വേണ്ടി പറക്കാനാണ് പറഞ്ഞ്. മനസ്സിലാവുന്നുണ്ടോ? ആവശ്യത്തിന് വേണ്ടി പറക്കാനാണ് പറഞ്ഞ്. എപ്പം നോക്കിയാലും നമുക്ക് ജോലി. ഉള്ള ജോലി എല്ലാം കൂടെ എനിക്ക് തന്നേരെ ഇച്ചിരൂടെ എനിക്ക് സമ്പാദിക്കാൻ. സഹോദര നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് ടൈം ഈസ് ഓൾസോ ദർ ഇസ് എ പാർട്ട് ഇൻ ദ ലോർഡ്. മണി ഇറ്റ്സ് ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട ഭാഗമായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ തന്നെ അവൈലബിൾ ആക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെൻ വി ആർ ഗ്രാബിങ് ലോട്ട് ഓഫ് തിങ്സ്, യു ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ഓൾ ബി ദെയർ. എന്തു പറ്റി? ഒത്തിരി പറക്കി വെച്ചവരുടെ എന്തു പറ്റി? ക്രമീകരിച്ചു അല്ലേ? ഒത്തിരി നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ട് ഒരുപാട് കൂട്ടി വെച്ചു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സേവ് ചെയ്യേണ്ടതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. യു ക്യാൻ സേവ് ഫോർ യുവർ ഡിഫിക്കൽട്ട് ടൈംസ് ബിക്കോസ് വി ആർ വർക്കിംഗ് ഹിയർ, വി ഡോണ്ട് ഹാവ് പെൻഷൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. യു സേവ് ഫോർ യുവർ റിട്ടയർമെൻറ്റ്, ഓൾ ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് ദെൻ ഡോണ്ട് ഗോ ബിയോണ്ട് ദ ലിമിറ്റ് അല്ലേ? നമ്മൾ അതേന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കല്ലേ. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകണം, ദെർ ഇസ് എ ലിമിറ്റ്. ലോർഡ്, ഹെൽപ് മീ ടു ഗിവ് ദ വിസ്ഡം ടു സേ ഇനഫ് സംടൈംസ്, റൈറ്റ്? അപ്പം ഇവിടെ പറയുകയാണ്, ആ പ്രിൻസിപ്പിൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ടാകണം. 15-ാമത്തെ വാക്യം, വേഴ്സ് 15. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. Because there is a kind of a balancing the Lord does. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവസഭയിൽ ഒരു ബാലൻസിങ് കർത്താവ് ചെയ്യുന്നുണ്ട്. അധികം മാനം വേണ്ടവർക്ക് കർത്താവ് ഇച്ചിരി സ്പെഷ്യലായിട്ട്. നിങ്ങളുടെ ഹാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യു ക്യാൻ സീ യുവർ ഹാർട്ട്? നോ. ബട്ട് ഹാർട്ട് ഇല്ലെങ്കിലോ പിന്നെ നമ്മളുണ്ടോ? ഇല്ല, റൈറ്റ്? അതിനെ കാണത്തില്ല, അതിനാരും മാനം കൊടുക്കുന്നില്ല. നിങ്ങളുടെ കൈക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെങ്കിൽ ഹാർട്ടിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല, ഒന്നും കൊടുക്കാറില്ല. എപ്പോഴാണ് നമ്മൾ ഹാർട്ടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? BP കൂടുമ്പോഴോ എന്തെങ്കിലുമൊക്കെ തകരാറാകുമ്പോഴോ, അപ്പോഴല്ലേ നമ്മൾ ആകെപ്പാടെ ഈ ഹാർട്ടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹാർട്ടെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. യു നോ വേർ ഇസ് യുവർ ഹാർട്ട്, യു ഡോണ്ട് റിയലി വറി അബൌട്ട്, റൈറ്റ്? മോർണിംഗ് ഗെറ്റ് അപ്പ്, ഈസ് ഇറ്റ് ബീറ്റിംഗ് ടൈറ്റ്, ഈസ് ഇറ്റ് ബീറ്റിംഗ്, എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ, യു ഡോണ്ട് വറി അബൌട്ട്, കറക്റ്റ്? അപ്പോൾ
അപ്പോൾ മാനം വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ മാനം, പക്ഷെ ആ മാനം കർത്താവ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബാലൻസിങ് എപ്പോഴും ദൈവസഭയിൽ ചെയ്യുന്നതായിട്ടൊരു കാര്യം. ദൈവസഭയിൽ ആ ബാലൻസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അധികം പറക്കിയവർ കാണും, കുറച്ച് പറക്കിയവർ കാണും. ആ ബാലൻസിങ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെൻ വി റീച്ച് ഹെവൻ ആൻഡ് വെൻ വി മീറ്റ് ദ ലോർഡ്, യു വിൽ സീ ഓൾ ദിസ് ബാലൻസിങ് പിക്ചർ. How the Lord was balancing our talents, our time, our efforts, നമ്മുടെ കുഞ്ഞുങ്ങളുടെ IQ, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ബാലൻസ് ചെയ്ത് എങ്ങനെയാണെന്ന് അന്ന് എന്ന് ചോദിക്കുമ്പോഴേ കർത്താവ് പറഞ്ഞോളൂ. പക്ഷേ ഇപ്പോൾ നമ്മളോട് ഈ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരുന്നില്ല. അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് സ്റ്റാർട്ട് പ്രൈസിങ് ഗോഡ് ആൻഡ് ദെൻ ഗോ അക്കോർഡിംഗ്ലി. ദാറ്റ്സ് വാട്ട് ഗോഡ് tells us today. ഇന്ന് നമ്മളെ അത്ര മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. എന്നിട്ട് പറയാണ്, when you are handling money, there's kind of faithfulness. പൈസ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ചിലപ്പോൾ കയ്യിൽ പൈസ പറ്റിപ്പിടിക്കും. ഈ പൈസ ഹാൻഡിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുഴപ്പം പൈസയ്ക്ക് ഉണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ പറയുന്നില്ല, ചക്കരപ്പാട്ടയ്ക്കകത്ത് കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നക്കി പോകുമെന്ന് പറയത്തില്ല. കാരണം അതുപോലെ നമുക്ക് മണി ഗോട്ട് ദാറ്റ് അറ്റാച്ച്മെൻറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ചേർച്ചിലാണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ദാറ്റ്സ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ ഇവിടെ ചർച്ചിൽ അവർ ഈ പൈസ ഹാൻഡിൽ ചെയ്യാനായിട്ട് ടൈറ്റസിനെയും പിന്നെ ഒരു ബ്രദറിനെയും കൂടെ വിട്ടു. ദ എമൗണ്ട് ഇസ് ബിഗ്. ഐ ഡോണ്ട് നോ ഹൗ ബിഗ് ഇറ്റ് ഇസ്, ബട്ട് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി വെരി ബിഗ് എമൗണ്ട്. ആ ബിഗ് എമൗണ്ട് ജുഡൈൽ ചർച്ചിലേക്ക് അവരുടെ ക്ഷാമത്തിന് വേണ്ടി കൊടുത്തുവിടാനുള്ള പൈസയാണ്. പക്ഷേ ആ പൈസ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇത് കളക്ട് ചെയ്യാനും ഹാൻഡിൽ ചെയ്യുവാനുമായിട്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ബ്രദേഴ്സിനെ, പൈസയുടെ കാര്യത്തിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ബ്രദേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേഴ്സ് 19 വായിച്ച 10-ാമത്തെ വാക്യം. അത്രയുമല്ല, കർത്താവിൻ്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിക്കുവാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടുയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു. അപ്പോൾ സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം പൈസ എടുക്കത്തില്ലെന്ന് പൂർണ്ണ ഉറപ്പുണ്ട് അല്ലേ? നമ്മളുടെ പെട്ടി അവിടെ ഉണ്ടല്ലോ, അപ്പോൾ പെട്ടിക്കകത്തുള്ള പൈസ എടുക്കത്തില്ലെന്നുള്ള പൂർണ്ണ ഉറപ്പോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ശാവിയൊക്കെ സഹോദരന്മാരുടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുപോലെയുള്ളൊരു വിശ്വസ്തത പൈസയുടെ കാര്യത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ പലപ്പോഴും, ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടൊരു സ്റ്റെപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പറയാം. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ? കൊടുക്കണം, തിരിച്ചു വാങ്ങിക്കണം. പക്ഷേ വാങ്ങിക്കണം, കൊടുക്കണം, അതൊക്കെ ശരിയാ. പക്ഷേ യു റൈറ്റ് ഇറ്റ് ഡൗൺ സംവെയർ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ മെമ്മറി വളരെ ഷോർട്ടാണ്. റൈറ്റ്? 1000 രൂപയായിരുന്നു മേടിച്ചത്. ഇല്ല സഹോദരൻ, ഞാൻ 1000 അല്ല മേടിച്ചേ, തീർന്നില്ലേ? എന്താ രേഖ? വല്ലതും ഉണ്ടോ? നമ്മുടെ മെമ്മറിയല്ലേ ഉള്ളൂ. റൈറ്റ്? ഓൾവേസ് റൈറ്റ് ഡൗൺ. മേ ബി നമുക്ക് ഒത്തിരി ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലും റൈറ്റ് ഡൗൺ സംവെയർ ദാറ്റ് ഓക്കെ, ഐ ബോറോഡ് ദിസ് മച്ച്, ഇത്ര രൂപ ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെ ഇത്ര രൂപ എനിക്ക് ഇതാൾ തരാനുണ്ട് എന്നുള്ളൊരു കാര്യം. അത് കിട്ടുകയോ വാങ്ങിക്കുകയോ, ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡു. വേറൊരു കാര്യം, നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, പ്ലീസ് ടെൽ ദാറ്റ് ബ്രദർ ഓർ സിസ്റ്റർ or whoever it is, brother, I am not able to give this month or next month, whatever the time. Please tell them. അവരോട് പറയണം. This all shows how much faithful you are when you are handling money. പൈസ നിങ്ങളുടെ ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എത്ര മാത്രം വിശ്വസ്തരാണ് എന്നുള്ളത് ചോദിക്കുന്നു. നമ്മൾ എത്ര ആത്മീയരായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത് ഭയങ്കര ആത്മീയരൊക്കെയാണ്, പക്ഷേ നമ്മുടെ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ബുക്സ് നോക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയത അളക്കുന്നത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളുടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബുക്സാണ്, ഫൈനാൻഷ്യൽ ബുക്കാണ്. ആ ഫൈനാൻസിൻ്റെ ബുക്ക് നമ്മൾ എടുക്കുമ്പോൾ കർത്താവ് പറയണം വെരി ഗുഡ്. മനസ്സിലായോ? എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അതാണ് ഇവിടെ. അപ്പോൾ ഈ സഹോദരങ്ങൾ നന്നായിട്ട് വചനമൊക്കെ പറയുന്നു, സഭയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, അതൊക്കെ ശരി. പക്ഷേ ഫിനാൻസ് ഇവരെ ഏൽപ്പിക്കാൻ പറ്റും, അത്രയ്ക്കും വിശ്വസ്തരാണ്. അപ്പം ദൈവ സഹോദരങ്ങളെ, നമ്മളും സഭയിലെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ പേഴ്സണലാണ് അല്ലെന്നുണ്ടെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ദർ ഷുഡ് ബി ഫെയ്ത്ത്ഫുൾനെസ് ഇൻ മണി മാറ്റേഴ്സ്. പൈസയുടെ കാര്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വിശ്വസ്തരായിരിക്കണം. എൻ്റെ കൂടെ ഉണ്ടോ?
എല്ലാവരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സോ ചാപ്റ്റർ 9 9ാമത്തെ അധ്യായത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നതായിട്ടൊരു കാര്യം. നൗ കൺസേണിങ് ദിസ് ഇറ്റ് ഈസ് ലെറ്റ്സ് റീഡ് വേഴ്സ് 1. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അക്കായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കതോന്യരോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു. അടുത്ത വാക്യം. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ ഈ സഹോദരന്മാരെ അയച്ചത്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. സി I don't know, some people think that when we have maintenance free batteries, right brother, we have maintenance free. പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ബാറ്ററിക്കകത്തൊക്കെ എന്തൊഴിക്കായിരുന്നു? വെള്ളം ഒഴിക്കണമായിരുന്നു. ഇടയ്ക്കൊക്കെ തുറക്കണം, അല്ലെ ആസിഡ് എന്താണെന്ന് വെച്ചാൽ വാട്ട് എവർ യു പുട്ട് ഇൻ ദാറ്റ്. ഓക്കെ, യു പുട്ട് വാട്ടർ, ഓൾ ദോസ് തിങ്സ് ഇൻ ബിറ്റ്വീൻ. ചിലപ്പോൾ വെള്ളമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ചാർജ് ആവത്തില്ല, ചിലപ്പോൾ വണ്ടിയൊക്കെ ഇടയ്ക്കൊക്കെ നിന്ന് പോകും. ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുതിയ ക്രിസ്ത്യാനികളുണ്ട്, അവർ ചിന്തിക്കുന്നത് ദേ ആർ മെയിൻ്റനൻസ് ഫ്രീ ആണെന്ന്. മനസ്സിലായ എൻ്റെ കൂടെ? ദേ തിങ്ക് ദാറ്റ് ദേ ഡോണ്ട് നീഡ് ഗോഡ്സ് വേർഡ്. ദേ ഡോണ്ട് നീഡ് ടു ഹിയർ ഫ്രം ഗോഡ്സ് വേർഡ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത് കഴിഞ്ഞതിന് ശേഷം നൗ the Lord will take us, that's it, in between. I don't need God's word, I don't need to pray, I don't need to do anything with the Lord. It is not like that. It doesn't work like that. You go back to God's word, how the Lord wants you to grow in Christ. ക്രിസ്തുയേശുവിൽ വളരേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കാനായിട്ട് ദൈവവചനത്തിലോട്ട് മടങ്ങിപ്പോണം. അപ്പോൾ ഞാൻ ഈ കൊരിന്ത് സഭയുടെ കാര്യം പറയാൻ കാര്യം, കൊരിന്ത് സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവർക്ക് ദേ ആർ വെരി ഗുഡ്, A+. പക്ഷേ ഗിവിങ് കാര്യങ്ങൾ വന്നപ്പോൾ ഇവർ കമ്മിറ്റൊക്കെ ചെയ്തതാണ്, ഒരു വർഷം മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ ഹിയർ നൗ സം എക്സോട്ടേഷൻ നീഡ് ടു ബി ഗിവൻ ടു ദിസ് പീപ്പിൾ സോ ദാറ്റ് ദേ ക്യാൻ കണ്ടിന്യൂ ഇൻ ദെയർ ലൈഫ്. മുമ്പോട്ട് കൊടുക്കുന്ന കാര്യത്തിൽ അവർ ഇച്ചിരി ഉത്സാഹിപ്പിക്കേണ്ട ഒരു വലിയൊരു ആവശ്യം അവരുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് ചില പ്രിൻസിപ്പിൾ പറയാം. പ്രിയ സഹോദരങ്ങളെ, യു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ യുവർ ലൈഫ്. ഫിനാൻഷ്യലി ഐ ക്യാൻ ടെൽ യു, യു വിൽ ബി സേഫ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ. ഓക്കെ, യു ആർ റെഡി? റൈറ്റ്? ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, വേഴ്സ് 8, വേഴ്സ് 6, 6ാമത്തെ വാക്യം. നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബൈ ആൻഡ് ലാർജ്, എക്സ്പെഷ്യലി ഇപ്പോൾ പറഞ്ഞ പോലെ മക്കതോന്യ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക സാഹചര്യങ്ങൾക്കുണ്ടായിരുന്നു. ഇറ്റ്സ് ഫോർ എ പീരീഡ് ഓഫ് ടൈം, എപ്പോഴും അങ്ങനെയല്ല. പക്ഷേ ബൈ ആൻഡ് ലാർജ് ഐ ക്യാൻ ടെൽ യു യുവർ ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് വിൽ ബി ഗുഡ് ഇഫ് യു ഒബേ ദിസ് തിങ്. വേഴ്സ് 6, 6ാമത്തെ വാക്യം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. ഈ പ്രിൻസിപ്പിൾ ആർക്കാ അറിയാൻ വയ്യാതെ? ഇത് പ്രിൻസിപ്പിൾ ആർക്കും അറിയാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ പ്രിൻസിപ്പിളാണ് അല്ലേ? ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. റൈറ്റ്? വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇനി നോക്കിക്കോണം, വളരെ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നു. വളരെ സന്തോഷം. പക്ഷേ ഇപ്പം ഞാൻ പറയാം, എൻ്റെ പോക്കറ്റ് 10,000 രൂപയാണെന്ന് വിചാരിക്കാം. ഞാൻ വളരെ ലോഭമായിട്ട് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 രൂപ എടുത്ത് കർത്താവിന് കൊടുക്കുക. കർത്താവും തിരിച്ച് അതേ അളവിനായിട്ടാണ് അടച്ചു തരുന്നത്. റൈറ്റ്? അണ്ടർസ്റ്റാൻഡ്? പക്ഷേ ധാരാളമായി ഞാൻ വിതയ്ക്കുക. സി, ഐ എം ടെല്ലിങ് യു അഗെയിൻ, ഐ ഡോണ്ട് നീഡ് ഈവൻ എ സിംഗിൾ റുപ്പി ഫ്രം യു. നീദർ ദിസ് ഫെലോഷിപ്പ് നീഡ്സ് സ്പെസിഫിക്കലി ഫോർ എനി സ്പെസിഫിക് നീഡ്സ്. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൈസ ജനറേറ്റ് ചെയ്യാനുള്ള ഇതാണ്. നോ, ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ യുവർ ലൈഫ്. ബി ബൗണ്ടിഫുൾ വെൻ യു ഗിവ് ടു ദ ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെൻ യു മസ്റ്റ് ബി വില്ലിംഗ് ടു ഗീവ്. എങ്ങനെയാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു, നിങ്ങൾ കൊടുക്കുന്നത് സന്തോഷത്തോടെ അല്ല എങ്കിൽ അവിടെ കൊണ്ട് അനുഗ്രഹം അവിടെ നിൽക്കുക. മനസ്സിലായോ? ഇപ്പം എനിക്ക് 1 രൂപയെ കൊടുക്കാനുള്ള സന്തോഷമേ ഉള്ളെങ്കിൽ ഈ ഓൺലി ദാറ്റ്. നിങ്ങളുടെ 10,000 രൂപയുടെ 10% എത്രയാ? മച്ച് ഇസ് 10% ഓഫ് 10,000? എത്ര? 1,000. റൈറ്റ്? എന്താ 10%? 100 കിട്ടുള്ളൂ. റൈറ്റ്? ഒരു പൂജ്യം അങ്ങ് പോയി. 10%. അപ്പം 1% നമുക്ക് കൊടുക്കാൻ സന്തോഷമുള്ളെങ്കിൽ 100 രൂപ കൊടുത്തേച്ചാൽ മതി. 100 രൂപ കൊടുത്തേച്ചാൽ മതി. റൈറ്റ്? സന്തോഷം അത്രയേ ഉള്ളൂ. കർത്താവ് സൈഡ് ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം, നീ അളക്കുന്ന അതേ അളവിനാൽ തിരിച്ചും അളന്ന് കിട്ടും.
Right? Very simple principle. Alle. So the first principle is, right, so properly you will get it also like that. Right? So I'm not telling you this is God's scriptures. This is the absolute scriptures. Now you read verse 7. ഏഴാമത്തെ വാക്യം സന്തോഷത്തോടെ കൊടുക്കുക. God loves a cheerful giver. സന്തോഷത്തോടെ കൊടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇന്ത്യയിലുണ്ട്. പക്ഷേ സന്തോഷത്തോടെ കൊടുക്കുക. റൈറ്റ്? ആൻഡ് ആ കൊടുക്കുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിലൊരു വിഷമത്തോടു കൂടിയാണ് കൊടുക്കല്ല. കാരണം അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. സന്തോഷത്തോടെ കൊടുക്കുക. അടുത്ത വാക്യത്തിൽ എന്താ എഴുതിയിരിക്കണേ? ആൻഡ് ഗോഡ് ഈസ് ഏബിൾ ടു ഡു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. God is able. Now when God sees your attitude with these things, God is doing something else in your life. What is doing? God is able to make all grace abound towards you, that you always having all sufficiency. ഇതിനല്ലേ നമുക്ക് ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നത്? അതിന് വേണ്ടിയല്ലേ ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ? ഓൾ സഫിഷ്യൻസി. എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, എപ്പോൾ ചോദിച്ചാലും പൈസ ഇല്ലെന്ന് പറയല്ലേ. അതിനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ കിടന്ന് അധ്വാനിക്കുന്നത് അല്ലേ? റൈറ്റ്? ഓൾ സഫിഷ്യൻസി. പിന്നെ ആൻഡ് ഇൻ ഓൾ തിങ്സ് ആൻഡ് ഹാവ് ആൻ അബണ്ടൻസ് ഫോർ എവ്രി ഗുഡ് വർക്ക്. കർത്താവ് നമ്മളുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും വേണ്ടി കാര്യങ്ങൾ മീറ്റ് ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. വായിച്ച 8ാമത്തെ വാക്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. God is able to do a great work in our life. Right? It is not about how we give and all those things. God is testing us. ദൈവത്തിന് നമ്മുടെ പൈസയും വേണ്ട. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഈ കാര്യങ്ങൾ ഭൂമിയും അതിൻ്റെ ഭൂതലവും യഹോവയ്ക്കുള്ളത്. നമ്മളോട് ചോദിച്ചിട്ട് വേണോ കർത്താവ് നമ്മുടെ നിന്ന് കാശ് മേടിക്കാൻ? ആണോ? നമ്മൾ കൊടുക്കുന്ന 1 രൂപ കൊണ്ടാണ് കർത്താവ് ലോകം പണിയുന്നതാണ് നമ്മുടെ ചിന്ത. അല്ല. God is always testing us. Are you faithful in giving back to God what belongs to God? ദൈവം നമുക്ക് തന്നതിൽ തിരിച്ചു കൊടുക്കുവാൻ ആര് വിശ്വസ്തനാണോ? And give back that to God. And then he says, he has dispersed abroad, he has given it to the poor. Quoting from Psalms, verse 9. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ എങ്ങനെ കൊടുക്കുന്നേ? വാരി വിതറി കൊടുക്കുന്നു. ആവശ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം. I know that when you read all these things, you seem to be like, say, Lord, is it all possible? I want to ask you one question. What was your attitude towards God when you were doing the giving? ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊടുത്തപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? ഇതുപോലെ ഔദാര്യമായി കൊടുക്കുമായിരുന്നോ? അതോ വളരെ പിശുക്കോടുകൂടി ആയിരുന്നുവെങ്കിൽ you understand how it works. But when you really do it from your heart, he says, he has dispersed abroad, he has given it to the poor, his righteousness endures forever. What do you mean by his righteousness? What does mean his righteousness? നിങ്ങൾ 10 രൂപ ഒരാൾക്ക് കൊടുത്തു, റൈറ്റ്? 10 രൂപ കൊടുത്തു. നീതിമാനാണെങ്കിൽ ആ 10 രൂപ അദ്ദേഹം തിരിച്ചു തരും അല്ലേ? അവൻ ആർക്കും കടക്കാരനായിട്ടിരിക്കുന്നില്ല അല്ലേ? ആർക്കും കടക്കാരനാണ്. ഹീസ് റൈച്ചസ്. നിങ്ങളുടെ ഇത് മേടിക്കുക മാത്രമല്ല, ഹി ഓൾവേസ് ഗീവ്സ് ഇറ്റ് ഔട്ട് ആസ് ഇറ്റ് ഇസ് റിക്വയർഡ്. ആൻഡ് ഹീ ഈസ് ഏബിൾ ടു മേക്ക് അസ് ഓൾ സഫിഷ്യൻസി ഇൻ ഓൾ അവർ ഏരിയാസ്. പ്രിയ സ്ഥലങ്ങളെ, നിങ്ങൾക്ക് ഓട്ടസഞ്ചി എന്താണെന്നുള്ളത് അറിയാം. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ അല്ലേ? നിങ്ങൾ അധ്വാനിക്കുന്നു, പക്ഷെങ്കിൽ ഓട്ടസഞ്ചിക്കകത്തിടാൻ. ഓട്ടസഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണത്തിൻ്റെ സഞ്ചിയുടെ കീഴിൽ ഒരു ഓട്ട ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നു, അതിനകത്ത് ഇടുന്നു, അതിൻ്റെ താഴെ നിന്ന് പോകുന്നു. റൈറ്റ്? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം, കർത്താവേ, നീ എന്തിനാണ് ഈ ബാഗിൻ്റെ അടിയിലൊരു ഓട്ട ഇട്ടത്? നമ്മൾ ഭയങ്കര അധ്വാനമാണ്. നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നു, കൂട്ടി വെക്കുന്നു, താഴെ നിന്ന് പൊക്കൊണ്ടേയിരിക്കുന്നു. ആസ്ക് യുവർ സെൽഫ്, ലോർഡ്, വൈ? എങ്ങനെയാണ് കർത്താവേ ഈ ഓട്ട ഇവിടെ വരുന്നത്? Because you may be not faithful. The Lord want to talk to you. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, വിശ്വസ്തനാണോ ഫിനാൻഷ്യലി? And then he says, now verse 10, 8ാമത്തെ വാക്യം.
എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. Praise God. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഐ എം നോട്ട് പ്രീച്ചിങ് പ്രോസ്പെരിറ്റി ഗോസ്പൽ ഹിയർ. ദിസ് ഈസ് ദ ലോർഡ് ഹിംസെൽഫ്. ഹി ഈസ് സേയിങ് ദാറ്റ് കർത്താവിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഈ ഹൂ സപ്ലൈസ് seed to the sower and bread for food, supply and multiply the seed you have sown and increase the fruits of your righteousness. അപ്പം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ വിതയ്ക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമുക്ക് വിതയ്ക്കാൻ കഴിയും, നമുക്ക് കൊടുക്കാൻ കഴിയും, പക്ഷേ when the Lord multiplies it in our life. Praise the Lord. ഞാൻ പല വർഷങ്ങളായി കർത്താവിൻ്റെ കൂടെ നടക്കുന്ന പല സഹോദരങ്ങളുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. who have come to the church with a very small amount in their life. I can tell you, financially they are much strong today. You test it on God, it will definitely work that way. Unless God got a specific plan in certain things in your life, that is different. Like Job and all that, it is different. Exceptional case is different. But this is general rule. ജനറലായിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ധാരാളം നമ്മളെ അനുഗ്രഹിക്കുകയും മൾട്ടിപ്ലൈ ചെയ്യും. നമ്മളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് ചെയ്യുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. Isn't it a good news? Hallelujah. Good news. The Lord has been faithful in all what is required for your kids, for your family, and all those requirements. The Lord will do it for you. And then verse 12 it says, 12ാമത്തെ വാക്യം, ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ verse 11, 15ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യം ഒക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. സകലത്തിലും സമ്പന്നന്മാരാകും. See, the intention of gospel is not to make anybody rich. That is not the intention of the gospel. ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഉപയോഗം ആരെയും സമ്പന്നന്മാരാക്കണമെന്നുള്ളതല്ല. But at the same time, you have to understand, God is concerned about our food. God is concerned about where we need to stay, at least to wear some good clothes. All that, God will take care of it. I have seen that. So God is worried about that. അപ്പോൾ ഈ സമ്പന്നരാക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് the primary motive here is ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. No, that's not the issue here. Our needs. കൊരിന്ത്യർ സഭയോട് പറയാണ്, even if you give, God will give you back. God will multiply. Because those people were taking care of അഗ്രികൾച്ചർ ആയിരുന്നായിരിക്കും ഒരുപക്ഷെങ്കിൽ അവരുടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ അവർക്കറിയാം വിതയ്ക്കുന്നതും കൊയ്യുന്നതും അവർക്ക് നന്നായിട്ടറിയാം. തക്ക സമയത്ത് മഴ കിട്ടിയില്ലെങ്കിൽ, തക്ക സമയത്ത് ഒരു പക്ഷെങ്കിൽ ഒരു വിളവ് കിട്ടിയില്ലെങ്കിൽ അവർക്കറിയാം അതിൻ്റെ പ്രയാസം എന്താണെന്ന്. സോ ഡെഫിനറ്റ്ലി ദേ സിംപ്ലി യൂസ് ടു ട്രസ്റ്റ് ഗോഡ് ആൻഡ് ദെൻ ഗോഡ് യൂസ് ടു ബ്ലെസ് ദം. ദൈവം ധാരാളം അവരെ അനുഗ്രഹിക്കുന്ന. കാരണം യു ക്യാൻ ലുക്ക് അറ്റ് the Old Testament. You need to read the Old Testament for that. ദൈവത്തിന് വേണ്ടി സിൻസിയറായി ഫെയ്ത്ത്ഫുള്ളായി ചെയ്ത ഓരോരുത്തരുടെയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പം ദൈവം ഓരോരുത്തരെയും സഹായിക്കുന്നതായിട്ട് കാണുന്നു. ആൻഡ് ദോസ് ആർ തിങ്സ് വിച്ച് ഈസ് റിട്ടൺ ഫോർ അവർ എക്സാമ്പിൾസ്. നമുക്കത് ഒരു ഉദാഹരണത്തിനായിട്ട് നമുക്ക് എഴുതും. ആൻഡ് ദെൻ ഹി സേസ് വേഴ്സ് 12, 12ാമത്തെ വാക്യം, ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങളുടെ ഗിഫ്റ്റ് കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വാക്യം നന്നായിട്ടറിയാം. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് സ്ട്രെങ്തൻസ് മീ. ആ വാക്യം കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ വാക്യം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഇറ്റ് ടോക്സ് അബൌട്ട് എക്സാംസ്. ബട്ട് ഇറ്റ് ടോക്സ് അബൌട്ട് എവറിഥിങ് ഫ്രം ദ ഓഡിയൻസ്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കഷ്ടതയിലിരിക്കാനും. ഇറ്റ് ടോക്സ് അബൌട്ട് മണി. It talks about money. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം വേഴ്സ് 11, 11ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 11ാമത്തെ വാക്യം. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ?
ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്ന, ഉള്ള അവസ്ഥയിൽ ഐ ആം കണ്ടെൻറ്റ് ഇൻ വാട്ട് എവർ സ്റ്റേറ്റ് ഐ ആം. പ്രിയസഹോദരങ്ങളെ, നിങ്ങളൊരു പക്ഷെങ്കിൽ ഇന്ന് നിങ്ങൾ വലിയ സാലറി മേടിക്കുന്ന ആളായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ചെറിയ സാലറി മേടിക്കുന്നതായിരിക്കാം. എന്തു ആയിക്കൊള്ളട്ടെ, രണ്ടുപേരുടെയും ഉള്ളിൽ ഒരു കാര്യം ഉണ്ടായിരിക്കണം കോമൺ ആയിട്ട്. വിശ്വാസിയാണെങ്കിൽ എന്തുണ്ടായിരിക്കണം? സംതൃപ്തി. കറക്റ്റ്. ആ സംതൃപ്തി ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെറിയ സാലറിയോ വലിയ സാലറിയോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സംതൃപ്തി ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തിയാകത്തില്ല. ടെസ്റ്റ് ഇറ്റ്, ട്രൈ ഇറ്റ്. ഐ ഹവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ. ചെറിയ സാഹചര്യം കൊടുത്താൽ അന്നേരവും കംപ്ലൈനിങ്, ശമ്പളം കൂടിയാൽ അന്നേരവും കംപ്ലൈനിങ്, അതിലും കൂടിയ അന്നേരവും കംപ്ലൈനിങ്. നമ്മളുള്ള സാഹചര്യത്തിൽ ലേൺ ടു ബി കണ്ടെൻറ്റ്. Paul says, even if I'm rich or I'm poor, doesn't matter. In all situations, I can do all things through Christ who strengthens me. That is the context in which is coming from. Verse 11 and 12, verse 11, 12 and 13. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സകലത്തിനും മതിയാകുന്നു എല്ലാ സാഹചര്യങ്ങളിലും. പ്രിയ സഹോദരങ്ങളെ, You know why the Lord is doing this? മക്കദോന്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മഹാദാരിദ്ര്യത്തിന് നടുക്കും. They are abounding with joy. How? Because the gospel says, I can do all things through Christ who strengthens me. You understand? നമ്മൾ പറയുന്ന ഈ പറഞ്ഞതുപോലെ ശമ്പളമൊക്കെ കൂടുന്നു, അങ്ങനത്തെ കാര്യത്തിൽ മാത്രമേ സ്തോത്രം പറയാൻ പറ്റുന്ന ഒരു സുവിശേഷമാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് വിത്ത് ദം. മനസ്സിലായോ? രണ്ട് സാഹചര്യത്തിലും ഒരു പക്ഷെങ്കിൽ ക്രിസ്തു നിമിത്തം കഷ്ടമാണെങ്കിലും ക്രിസ്തു നിമിത്തം സമ്പന്നതയാണെങ്കിലും, ഇൻ ബോത്ത് സിറ്റുവേഷൻസ് ഐ ഷുഡ് സേ പ്രൈസ് ദ ലോർഡ്, ദിസ് ആർ നോട്ട് ഗോയിങ് ടു എഫക്ട് മീ. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ള ജോലിയെക്കുറിച്ചും ഉള്ള സാഹചര്യത്തെക്കുറിച്ചും നിങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, ഐ റിയലി വോണ്ട് ടു സേ താങ്ക് യു ടുഡേ ഫോർ ദ ജോബ് യു ഹവ് ഗിവൻ മീ. ഐ ഡോണ്ട് നോ വൈ ഐ ആം ഹിയർ, whatever it is, but I just want to say thank you. Start learning saying thank you to the Lord. I know this don't come automatically. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സ്തോത്രം പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും കർത്താവേ, ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഇൻ എവ്രി ഓൾ ദി സിറ്റുവേഷൻസ്. രണ്ട് സാഹചര്യങ്ങളിലും എനിക്ക് സ്തോത്രം പറയുവാനായിട്ട് ദൈവം എന്നെ പഠിപ്പിക്കുന്നതനുസരിച്ച് ഞാൻ സ്തോത്രം പറയാമെന്ന് വിശ്വാസമാണെന്ന് പറഞ്ഞു നോക്ക്. ദൈവം ചേഞ്ച് ചെയ്യണമേ എന്നുള്ള മനസ്സോടുകൂടിയല്ല, കർത്താവെ രണ്ടിലും ഐ റിയലി ലേൺ ദിസ്. ഇൻ യുവർ സ്മോൾ സാലറി സ്റ്റാർട്ട് പ്രൈസിങ് ഗോഡ്. സേ ലോർഡ്, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. ഐ റിയലി വോണ്ട് ടു പ്രൈസ് ഗോഡ്. And then we saying following by, the Paul says, now I'm telling you, you better deposit. You're giving money to Paul, right? ഇപ്പോൾ ഫിലിപ്പിലേഖനം എഴുതി എന്തിനാണെന്ന് അറിയാമല്ലോ അല്ലേ? അവർക്കൊരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തു. ആ ഗിഫ്റ്റിന് നന്ദി പറഞ്ഞ താങ്ക് യു ലെറ്ററാണ് ഫിലിപ്പി ലെറ്റർ. പക്ഷേ അവരോട് പറഞ്ഞു, യു ബെറ്റർ ഗീവ് ഇറ്റ്. വൈ? ബിക്കോസ് ദാറ്റ് ഈസ് യുവർ ഡിപ്പോസിറ്റ് ഇൻ ഹെവൻ. യു കാനോട്ട് ഡിപ്പോസിറ്റ് മണി ഡയറക്ട്ലി ത്രൂ എനി ബാങ്ക് ദെയർ. ഹൗ ക്യാൻ യു ഡിപ്പോസിറ്റ്? വായിച്ചാൽ 18ാമത്തെ വാക്യം വേഗം വായിച്ചാൽ. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി. 17ാമത്തെ വാക്യം. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. That it abounds in your account, not in my account. നിങ്ങളുടെ അക്കൗണ്ടിൽ, ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തുണ്ട്? ഇവിടുത്തെ ബാങ്കിൽ എന്തുണ്ടെന്നല്ല ഞാൻ ചോദിക്കുന്നത്, സ്വർഗത്തിലെ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തുണ്ട്? യു ഹാവ് eternal life. That is not in your account, that is in Jesus' account. What is it in your account book? What you have given to the Lord. Read that verse again. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക്, നിങ്ങളുടെ കണക്കുണ്ടപ്പം. കഴിഞ്ഞ ദിവസം റിമംബറൻസ് ബുക്കൊക്കെ നമ്മൾ വായിച്ചു, സ്മരണയുടെ പുസ്തകമൊക്കെ നമ്മൾ വായിച്ചു അല്ലേ? നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. അപ്പം when Philippian church is giving it to Paul is saying it is not for me, I know to live in any way.
എനിക്ക് നിലത്ത് കിടക്കാനും കട്ടിലേക്ക് കിടക്കാനും എ സിക്ക് അത് കിടക്കാനും ഒക്കെ അറിയാം. ത്രൂ ഓൾ ദി സിറ്റുവേഷൻസ് ഐ ക്യാൻ പ്രൈസ് ദ ലോർഡ്. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഐ ഡോണ്ട് നീഡ് എനിത്തിങ് ആക്ച്വലി ബിക്കോസ് ഐ എം ഫുൾ. ബട്ട് ഫോർ യുവർ അക്കൗണ്ട്, that there may be something written there in your account that this brother has given this much for the Lord's account. That's the only way you can give to the Lord. Praise the Lord. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ന് നമ്മൾ ആദ്യം പാടിയ പാട്ടിൻ്റെ 4:19. ഇത് പലരും പാടുന്ന കേട്ടുണ്ടാവും. 4:19 മൈ ഗോഡ് ഷാൽ സപ്ലൈ വേഴ്സ് 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. മനസ്സിലായോ? ഏത് കോണ്ടെക്സ്റ്റിലാ? യു ആർ ഇൻവെസ്റ്റിംഗ് ഓൺ ഗോഡ് and the God is investing back on you. എൻ്റെ ദൈവമോ നിങ്ങൾ ചെയ്തപ്പോൾ തിരിച്ച് ദൈവം പറയാണ്, എൻ്റെ ദൈവമോ തൻ്റെ ധനത്തിനൊത്തവണ്ണം, നിങ്ങളുടെ ധനത്തിനൊത്തവണ്ണം അല്ല, തൻ്റെ ധനത്തിനൊത്തവണ്ണം. says God, my God shall supply all your need, not your want, all your need according to his riches in glory by Christ Jesus. Praise God. That's a promise. Not from me, it's from the Lord. Apostle Paul again, my God shall supply. He cannot pay it. He didn't have money. He cannot pay it. But my God shall supply your need. Praise the Lord. Praise the Lord. I'm telling you, this is a transformation of the Holy Spirit in our life. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നില്ല എങ്കിൽ, you're not reading scriptures or you're not going to the Lord and asking, Lord, where I should grow. Right? You need to say, Lord, work in my finance. കർത്താവിന് വേണ്ടി start giving slowly, little bit. I know it is not easy. ഈ പറഞ്ഞതുപോലെ 10%, 20%, 30% ഒക്കെ കൊടുക്കാൻ it's not easy. But start giving 1%, 2%, 3%. Next month, increase it to 4%. Increase it. Give it to the Lord more. വിതയ്ക്കുന്നതനുസരിച്ച് God will return you back. And also it says, let's read also this verse. And I said all these things, God will bless you, God will take care of you. Let us also say the other side. Matthew chapter 5. Verse 23 and 24. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. Praise God. നമ്മൾ പൈസ കൊണ്ടിടുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം. എന്തെങ്കിലും നമ്മളെ സഹോദരന്മാരെ ബുദ്ധിമുട്ടായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെന്നിട്ട് ആദ്യം നിരപ്പ് പ്രാപിച്ചിട്ട് വേണം ഇതും കൊണ്ട് വന്ന് ഇതിനകത്തിടാൻ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചത്ത പ്രവൃത്തികളാണ്. ദർ ഇസ് നോ എഫക്റ്റ്. ബട്ട് നമ്മുടെ കണക്കിൽ എന്തെങ്കിലുമൊക്കെ കയറണമെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് എന്തോന്നറിയോ? യു നോ വാട്ട് ഇസ് നെഗറ്റീവ് മാർക്ക്? വാട്ട് ഇസ് നെഗറ്റീവ് മാർക്ക്? യു ആൻസർ ബട്ട് ഇറ്റ് ഈസ് റോങ്. പക്ഷേ തെറ്റിയെങ്കിൽ തെറ്റെന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇപ്പം അതുമല്ല, നെഗറ്റീവ് മാർക്സ് ഉള്ള മാർക്ക് കൂടെ പോകുന്ന അവസ്ഥ. റൈറ്റ്? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ലെറ്റ് us get positive mark out of it. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. പ്രിയ സഹോദരങ്ങളെ, I took you through the verse in 2 Corinthians chapter 8 and chapter 9. 2 അധ്യായങ്ങൾ we went through. ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് അവരുടെ ഹൃദയങ്ങളിലായിരുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒത്തിരി കൃപാവരങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ദാറ്റ്സ് ഓൾ വെരി ഗുഡ്, ഇല്ലെന്നും പറയുന്നില്ല, വേണ്ടെന്ന് പറയുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ട വേറൊരു കാര്യം, സ്വർഗത്തിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യണം. സ്വർഗരാജ്യത്തിന്, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹൃദയം അല്പമായിട്ട്, വാട്ട് എവർ യു ക്യാൻ ഗിവ്, മേ ബി എ സ്മോൾ എമൗണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, മേ ബി എ ലിറ്റിൽ ബിറ്റ് ഓഫ് അവർ, ഫ്യൂ അവേഴ്സ് ഫോർ ദ ലോഡ്, കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് മനസ്സ് വെക്കണം. വെൻ യു ഡൂ ദാറ്റ്, the promises from the Lord is this way: God will take care of your needs. God will do according to his riches. God will support you. God will multiply your seed, and you will have all sufficiency. Praise God. And God wants us to be blessed even in the area of our finance. നമ്മളുടെ ജീവിതത്തിൽ ഒരു സഹോദരന്മാർ പോലും പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ, I don't want you to do that. I want you to be blessed.
How can you be blessed? You bless the Lord first. You bless the Lord first. ആദ്യം നമ്മൾ ദൈവത്തെ ബ്ലസ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ദൈവം തിരിച്ച് നമ്മളെയും ബ്ലസ് ചെയ്യും. ആൻഡ് പ്ലീസ് റീഡ് ഓൾസോ Malachi chapter 3 along with this one. Read book of Habakkuk along with this one. All that you go home and read it. കർത്താവെ ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ ആർക്കും കടക്കാരനല്ല. But you be faithful, God will bless you. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.